ജസ്റ്റ് ഒരു ഡിഗ്രി കൊണ്ട് ഇന്നത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ പറ്റുമല്ലോ. ഭയങ്കര പ്രൗഡാണ് ഞാൻ ഈ കോഴ്സ് എടുത്തതിൽ. സ്റ്റാർട്ടിങ് അറൗണ്ട് ഒരു 25K സാലറി. ഇപ്പം ഞാൻ കോയമ്പത്തൂർ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. മെയിനായിട്ട് ഈ അമേരിക്കൻ ഡോക്ടേഴ്സിനെയാണ് അസിസ്റ്റ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അത് പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് BA എക്കണോമിക്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡിലേക്ക് വരുന്നത്. കാരണം മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഗ്രോ ചെയ്യുന്നൊരു ഫീൽഡാണല്ലോ. അതുകൊണ്ടാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് ചൂസ് ചെയ്യാൻ കാരണം. അപ്പം ഡിഗ്രിയിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അങ്ങനെ വന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. കാരണം കുറേ മെഡിക്കൽ ടേംസ് ആയാലും കാര്യങ്ങളായാലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും ടീച്ചേഴ്സായാലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വാട്സപ്പ് ത്രൂ ആണെങ്കിലും നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് അറൗണ്ട് ഒരു 25K സാലറിയോട് കൂടിയാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഈ 1 ഇയർ മെഡിക്കൽ സ്ക്രൈബിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഒരു മെഡിക്കൽ സ്ക്രൈബിന് 3 സ്കിൽസ് എസെൻഷ്യലായിട്ട് വേണം. ഫസ്റ്റ് വൺ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതായത് നമ്മൾ മെയിനായിട്ട് ഈ അമേരിക്കൻ ഡോക്ടേഴ്സിനെയാണ് അസിസ്റ്റ് ചെയ്യുക. അപ്പം അവരായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ വേണം. പിന്നെ സെക്കൻഡ് വരുന്നത് ടൈപ്പിംഗ് ആണ്. നമുക്ക് ഏകദേശം അറൗണ്ട് ഒരു 50 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടൈപ്പിംഗ് സ്പീഡ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോളജ് ഇൻ മെഡിക്കൽ ടെർമിനോളജിയാണ്. കാരണം ഡോക്ടേഴ്സായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡോക്യുമെൻ്റ് ചെയ്യാൻ നമുക്ക് മെഡിക്കലി ഉള്ള നോളജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.